കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്ത ഹാൽ എന്ന സിനിമയുടെ വിശേഷമാണ്. 2 മണിക്കൂർ 35 മിനിറ്റോ 2.5 മണിക്കൂർ അത്രയും ദൈർഘ്യമുള്ള സിനിമ. വീര ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആദ്യ സിനിമ എനിക്ക് തോന്നുന്നു. നിഷാദ് കോയയാണ് സിനിമ എഴുതിയിരിക്കുന്നത്. നിഷാദ് കോയ ഇതിനകത്തൊരു ഒരു ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് നിഷാദ് കോയ റോൾ ചെയ്തു, രസകരമായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നി. പിന്നെ മെയിൻ കഥാപാത്രങ്ങൾ വേറെ കുറേ പേരുണ്ട്. വലിയൊരു സ്റ്റാർ കാസ്റ്റാണ്. സംഗീതയുണ്ട്, പിന്നെ മനോജ് കെ യു ഉണ്ട്, ജോണി ആന്റണി, നിഷാന്ത് സാഗർ, പിന്നെ നിയാസ് ബക്കർ ഉണ്ട്, അബിൻ ബിനോ ഉണ്ട്, സോഹൻ സീനുലാൽ ഉണ്ട്, റിയാസ് നർമ്മകല ഉണ്ട്, ശ്രീധന്യ, ജോയ് മാത്യു, രവീന്ദ്രൻ, മധുപാൽ എന്ന് വേണ്ട നമ്മൾ അറിയുന്ന ഒരു പറ്റ താരങ്ങളുള്ള ഒരു സിനിമ. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്കിതൊരു കളർഫുൾ പരിപാടിയായിട്ടാണ് തോന്നിയത്. നമ്മൾ കാണാത്ത പരിപാടിയൊന്നുമല്ല. ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു നായകൻ ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു നായികയെ പ്രണയിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതായത് ലവ് ജിഹാദ് എന്ന പേരിൽ അതങ്ങനെയാണ്, അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് ആണ് ഇതും വരുന്നതെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്ന കുറേ ആളുകൾ. അതിനപ്പുറത്തേക്ക് ഇതല്ല, എല്ലാ പ്രണയങ്ങളും ലവ് ജിഹാദ് അല്ല, ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഇല്ല എന്ന് പറയാൻ സിനിമ ശ്രമിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. രണ്ടും പിന്നെ ജോണി ആന്റണിയുടെ ഒരു വക്കീൽ കഥാപാത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കുറച്ചൊക്കെ ഒരു ക്ലീഷേ പരിപാടിയിലേക്ക് പോയെന്ന് എനിക്ക് തോന്നി. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടും കളർഫുൾ ആയിട്ടുള്ള കുറേ നല്ല രസമായിട്ട് ഇത് ക്യാമറയും പരിപാടികളും എല്ലാം കൊണ്ടും കണ്ടിരിക്കാൻ രസമുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. തീരെ ബോറല്ല, അല്ലെങ്കിൽ തീരെ ഭയങ്കര സൂപ്പർ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരു വെക്കേഷൻ, ഒരു കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ സമാധാനമായിട്ട് കാണുമ്പോൾ കുറച്ച് രസം. ഭയങ്കര വലിയ വയലൻസ് ഒന്നുമില്ല എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഈ പറഞ്ഞ ഡ്രാമ പരിപാടികൾ ഉണ്ടെങ്കിൽ പോലും അവസാനം ഒരു പ്ലസന്റ് ആയിട്ടുള്ള എൻഡിങ് ഒക്കെ ഉണ്ട്. അത് ഈ പറഞ്ഞാൽ അത്രത്തോളം റിയലിസ്റ്റിക് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും ഓവറോൾ വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഹാൽ. പിന്നെ പെർഫോമൻസുകൾ പറയുകയാണെങ്കിൽ ഷെയ്ൻ വളരെ നന്നായിട്ട് ചെയ്തു. ഷെയ്ൻ എന്ത് റോൾ ചെയ്താലും സൂപ്പറായിട്ട് ചെയ്യണം, അടിപൊളിയായിട്ട് ഇതിനകത്തും ചെയ്തു, ഒന്നും പറയാനില്ല. ഷെയ്ൻ സൂപ്പറായിരുന്നു. സാക്ഷി വൈദ്യ അവര് ഒരു ബോളിവുഡ് ഒരു ഹീറോയിനെയൊക്കെ കാണുന്ന ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് അവർ ആ റോള് കൈകാര്യം ചെയ്തു തോന്നി. സംഗീത വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള, കുറച്ച് റോളുണ്ടെങ്കിലും കുറച്ച് ഇതുള്ളെങ്കിലും രസമായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. ജോണി ആന്റണി വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ്. വളരെ നല്ല രീതിയിൽ ആ റോള് ജോണി ആന്റണി കൈയടക്കത്തോടെ കൈകാര്യം ചെയ്തു. മനോജ് കെ യു നമ്മൾ ഷെയ്ൻ്റെ ഫാദറായിട്ട് ഒരു ഒന്നാന്തരം മുസ്ലിം ഒരു മുസ്ലിം ഒരു അപ്പൻ കറക്റ്റായിട്ട് ചെയ്തു തോന്നുന്നു. ഒരു പക്കായിട്ട് ചെയ്തു പോലെ തോന്നി. നിഷാന്ത് സാഗർ കുറച്ചു നേരം ഉണ്ടായിരുന്നു, നല്ല രസമായിട്ട് നിഷാന്ത് സാഗർ ആ പോലീസ് റോള് കൈകാര്യം ചെയ്തു. പിന്നെ നിയാസ് ബക്കർ, അബിൻ ബിനോ, ഇവരുടെ കൂട്ടുകാർ കുറേ പേരുണ്ട്, രവീന്ദ്രനുണ്ട്, പിന്നെ ജോയ് മാത്യു മെത്രാനായിട്ട് രസമായിട്ട് ചെയ്തു. ജോയ് മാത്യു ആ റോള്. മധുപാലുണ്ട് അച്ഛനായിട്ട്, അച്ഛന്റെ മകളാണ് ഈ മരിയ ഫെർണാണ്ടസ്. അപ്പൊ അതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കണ്ടന്റ്. സോ തീർച്ചയായിട്ടും ഒരു തവണ നിങ്ങൾക്ക് കണ്ടു നോക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ഹാൽ.